ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ അങ്ങോട്ടല്ല, നമ്മുടെ കൊടകരയ്ക്കാണ്. കൊടകര നാൾ ഷഷ്ടിയാണല്ലോ. അപ്പോൾ ഷഷ്ടിപ്പറമ്പൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിൽ പെട്ടെന്ന് റെഡിയായി ഞങ്ങൾ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ പന്തലുകാരൻ്റെ ഫ്രണ്ടിൽ വെച്ചേക്കണം ഗോറില്ല കേട്ടോ. എല്ലാ വർഷവും ഷഷ്ടിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാറുണ്ട് കേട്ടോ. ഗോറില്ല, ഡൈനോസർ, ആന, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് അവിടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അധികം കാവടികളൊന്നും ഇപ്പം നെയ്റ്റ് ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഈ കാവടിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഞാൻ ആദ്യമായിട്ടാട്ടെ ഇങ്ങനത്തെ കാവടിയുമേ LED ലൈറ്റൊക്കെ വെച്ചിട്ട് കണ്ട്. അതിൽ ഗോപുര കാവടിയും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് നല്ല രസമായിട്ടുണ്ടല്ലേ, ഒരിത്തിരി വെറൈറ്റി ആയിട്ടില്ലേ ഈ കാവടി. കാവടി സെറ്റൊക്കെ കണ്ടു. പിന്നെ നമ്മൾ നേരെ ഷഷ്ടിപ്പറമ്പയ്ക്ക് നടന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ കണ്ടു കേട്ടോ. കുറേ പേരെ കണ്ടു. അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് പിന്നെയാണ് മെയിൻ സ്പോട്ടിലോട്ട് എത്തിയത്. ഇവിടെ യന്ത്രൂഞ്ഞാലും മരണക്കിണറും തീവണ്ടി അത് ഇതെന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങളുണ്ട്. അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങോട്ടൊന്നും അടുക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ആദർശം തത്തിയും കണ്ണനും കൂടിയിട്ട് വഞ്ചിയിൽ വരും. ഈ വണ്ടിക്ക് ഡ്രൈവർ ഇല്ലേ? അയ്യോ, ഇതിന് എഞ്ചിനും ഇല്ലേ? ഇല്ല, ബോഡി മാത്രമേ ഉള്ളൂ. വഞ്ചിയിൽ പോയി റിലൊക്കെ പോയിട്ട് ആൾക്കാർ തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ രാശുമാനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതിൽ കയറ്റുന്നത്. അവളെ ചെറുതായതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റാണ്ട് കണ്ണനും കൂടി കയറി. പക്ഷേ ഈ ചെറിയൊരു വട്ടത്തിൽ 2-3 റൗണ്ട് എടുക്കുന്നത്, ഒരു 20 റൗണ്ടാണ് അവരടിച്ച്. വലിയ കാര്യത്തിൽ കയറിപ്പോയതാ കാണാൻ. അവൻ ബോറടിക്കല്ലേ, ഇരുന്ന് ഊപ്പാടളക്കെന്ന് പറയില്ലേ, അതായിരുന്നു അവസ്ഥ. യന്ത്രൂഞ്ഞാലും തീവണ്ടിയും മജ്ജയൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ വീണ്ടും ഷഷ്ടിപ്പറമ്പേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് ബജിക്കട കണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ സൈഡ് അങ്ങോട്ടൊന്ന് ചെറുതായിട്ട് വരികയല്ലോ. നമ്മൾ അവിടെ കയറി ബജിയൊക്കെ കഴിച്ച്, പൈനാപ്പിൾ, മുളക് ബജി, പിന്നെ കോളിഫ്ലവറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ വീണ്ടും അങ്ങോട്ട് നടപ്പായി. ഇതൊക്കെ എന്ത് ഭയങ്കരം തന്നെ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. നോക്ക് പാവം. പാവം കൊച്ചു നിങ്ങളൊക്കെ തിന്നുന്നു. ഷഷ്ടിപ്പറമ്പിലെത്തി പിന്നെ ഓരോ പോപ്കോണും മേടിച്ച് ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരപ്പാരിങ്ങനെ നടക്കായിരുന്നു, കാഴ്ചകളൊക്കെ കണ്ട്. അത് കഴിഞ്ഞ് ഓരോ ഐസ്ക്രീമും മേടിച്ചു. അത് റാഷനൊന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തു. ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഷഷ്ടിയൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.